ബി.എഡിലെ ഒരു പേപ്പറാണ്. അപ്പോൾ ആ പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫിലോസഫിക്കൽ തോട്ട്സ് ഓൺ എഡ്യൂക്കേഷൻ, അതിൽ ഈസ്റ്റേൺ തിങ്കേഴ്സ് ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ ആൻഡ് ശ്രീ അരബിന്ദോ ആൻഡ് ജെ കൃഷ്ണമൂർത്തി, ഇത്രയും പേരുടെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ചാപ്റ്റർ 1 ഫിലോസഫിക്കൽ തോട്ട്സ് ഓഫ് ഈസ്റ്റേൺ തിങ്കേഴ്സ്. ഇപ്പോൾ പല ഗ്രേറ്റ് എഡ്യൂക്കേറ്റേഴ്സും ഈസ്റ്റിൽ നിന്ന് they have shaped the educational ideals and ideologies. ഇപ്പോൾ ഇന്നത്തെ പ്രസൻറ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ ഈ പേഴ്സണാലിറ്റീസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷണൽ ഐഡിയാസിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ പെഡഗോജിക്കൽ ഇഷ്യൂസിലേക്ക് ഒരു ഇൻസൈറ്റ് ഗെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം നമുക്ക് ഈ പറഞ്ഞ പേഴ്സൺസിൻ്റെ ഒക്കെ ലൈഫ് സ്കെച്ച്, മെയിൻ പബ്ലിക്കേഷൻസ്, ഫിലോസഫി ഓഫ് ലൈഫ്, എഡ്യൂക്കേഷണൽ ഫിലോസഫി ആൻഡ് മേജർ കോൺട്രിബ്യൂഷൻ, ഇത്രയും കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്ത് വരുന്നത് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്നുള്ളൊരു ഭാഗത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്വാമി വിവേകാനന്ദയെക്കുറിച്ച് നോക്കാം. അപ്പോൾ സ്വാമി വിവേകാനന്ദ വാസ് ബോൺ ഇൻ 1863 ആൻഡ് ഡൈഡ് ഇൻ 1902. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത് നെയിം നരേന്ദ്രനാഥ് ദത്ത എന്നുള്ളതാണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് January 12, 1863 കൽക്കട്ടയിലാണ്. അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വിശ്വനാഥ ദത്ത ആൻഡ് ഭുവനേശ്വരി ദേവി. വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കരിയറാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശ്രീ രാമകൃഷ്ണ പരമഹംസയുടെ ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാമകൃഷ്ണ ഇദ്ദേഹത്തിനെയാണ്, അതായത് ശ്രീ രാമകൃഷ്ണ പരമഹംസ സ്വാമി വിവേകാനന്ദനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ സക്സസറായിട്ട് കണ്ടിട്ടുള്ളത്, തൻ്റെ ഒരു പിൻഗാമിയായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നരേന്ദ്രനാഥ് അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദ ഹി അക്സെപ്റ്റഡ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് കണ്ടിന്യൂഡ് രാമകൃഷ്ണ മിഷൻ. പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് രാമകൃഷ്ണ മിഷൻ എന്നുള്ളത്. പിന്നീട് അദ്ദേഹം ഒരു സന്യാസിയാവുകയും വിവേകാനന്ദ എന്നുള്ള പേര് സ്വീകരിക്കുകയും ചെയ്തു. September 11, 1893 ഇദ്ദേഹം ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ദ പാർലമെൻറ്റ് ഓഫ് വേൾഡ് റിലീജിയൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇൻ ഷിക്കാഗോ. ആൻഡ് ഹി ഗെയിൻ വേൾഡ് വൈഡ് അഡ്മിറേഷൻ ഫോർ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൗണ്ട് സ്കോളർഷിപ്പ് ആൻഡ് ഇംപ്രസീവ് ഒറേറ്ററി സ്കിൽസ്. ഇദ്ദേഹം ഒരുപാട് എക്സ്റ്റെൻസീവായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അമേരിക്ക, ഇംഗ്ലണ്ട്, യൂറോപ്പ്, അവിടെ എല്ലാം ചെന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പീച്ചസ് അദ്ദേഹം ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഹി റിട്ടേൺ ടു ഇന്ത്യ ഇൻ 1897 ആൻഡ് ഹി കണ്ടിന്യൂഡ് ഹിസ് വർക്ക് ഫോർ രാമകൃഷ്ണ മിഷൻ. ഇദ്ദേഹത്തിൻ്റെ മിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് റിമൂവൽ ഓഫ് പോവേർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, ബെറ്റർ മെഡിക്കൽ കെയർ. ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ, ബിക്കോസ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യൻ വാല്യൂസ് ആൻഡ് കൾച്ചറിനെ ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ഇന്ത്യൻ ജനതയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അദ്ദേഹം മരിക്കുന്നത് July 4, 1902. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് മോട്ടിവേഷണൽ കോൾ ടു ദി യൂത്ത് ഉണ്ട്. യുവർ പ്രോസ്പെരിറ്റി ഇസ് ഇൻ യുവർ ഓൺ ഹാൻഡ്സ്, അറൈസ് അവേക്ക്, സ്റ്റോപ്പ് നോട്ട് അൺടിൽ ദ ഗോൾ ഈസ് റീച്ച്. നമ്മുടെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഓൺ കൈകളിലാണ്. ഉണരൂ, പ്രവർത്തിക്കൂ, ഗോൾ എത്തുന്നത് വരെ നിൽക്കരുത് എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ മെയിൻ പബ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ദ ലാൻഡ് ഓഫ് റിലീജിയൻ, ഇൻ ഡിഫൻസ് ഓഫ് ഹിന്ദുയിസം, കർമ്മയോഗ, രാജയോഗ, ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ, അഡ്രസ്സസ് ഓൺ ഭക്തി യോഗ, ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. The complete works have been published in 8 volumes by Advaita Ashrama. ഫിലോസഫി ഓഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്പിരിച്വലിസം ആൻഡ് പ്രാഗ്മാറ്റിസം. ഓക്കെ, അതായത് പ്രായോഗികത എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. അതായത് നമ്മൾ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങൾ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം അതിൽ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മിഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ടു റിവൈവ് ഹിന്ദുയിസത്തിനെ റിന്യൂ ചെയ്യുക ആൻഡ് മേക്ക് ഇറ്റ് സോഷ്യലി റിലവൻറ്റ്. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് നോളേജ് എന്ന് പറയുന്നത് ഓൾറെഡി മനുഷ്യൻ്റെ ഉള്ളിൽ ഇൻഹറൻ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫിലോസഫി ഓഫ് ലൈഫാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നു ലേണിംഗ് ഇസ് എ പ്രോസസ് ഓഫ് അൺകവറിങ് വാട്ട് ഈസ് ഓൾറെഡി വിത്തിൻ. മനുഷ്യന് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളെ അൺകവർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ലേണിംഗ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ഐഡിയ ആണ് വാട്ട് ഈസ് അൺവെയിൽഡ് ഇസ് കോൾഡ് നോയിങ്. അങ്ങനെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന അൺവെയിൽ ചെയ്യുന്നതിനാണ് നോയിങ്, അറിവ് എന്ന് പറയുന്നത്. ട്രൂ നോളേജ് കംസ് ഫ്രം അൺകവറിങ് ദ സോൾ. കോൺസെൻട്രേഷൻ ആസ് എ കീ ടു നോളേജ്. Knowledge lies hidden in the human mind.
ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹിഡൻ ആണ്, അതിനെ പുറത്ത് കൊണ്ടുവരുന്നതാണ് ലേണിംഗ്. അത് ട്രൂ നോളജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ആത്മാവിനെ അൺകവർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്നൊക്കെയാണ് പറയുന്നത്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് നോളജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ. നമുക്ക് എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ലേണിംഗ് ആർ ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ കോൺസെൻട്രേഷൻ. അതായത് ഓരോരുത്തർക്കും എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അറിവിനെ ഉണർത്താൻ പറ്റും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡിഫറൻസുകൾ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എംഫസൈസ് ചെയ്ത മറ്റൊരു കാര്യമാണ് ബ്രഹ്മചര്യ, വിച്ച് മീൻസ് സെൽഫ് കൺട്രോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ചിന്തയിലും പ്രവൃത്തിയിലും തോട്ട് ആൻഡ് ഡീഡ് രണ്ടിലും ചാസ്റ്റിറ്റി ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്ത മറ്റ് കാര്യങ്ങളാണ് ട്രൂ ശ്രദ്ധ ഓർ ഫെയ്ത്ത്, ക്യാരക്ടർ ഫോർമേഷൻ, ഡിസിപ്ലിൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. ഇനി എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. മാനിൽ ഓൾറെഡി ഉള്ള പെർഫെക്ഷനെ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ബിലീവ് ചെയ്ത കാര്യങ്ങളാണ് സെൽഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചറുടെ റോൾ അവിടെ എന്താണ്? ഒരാളുടെ ഇന്നർ പൊട്ടൻഷ്യലിനെ അൺകവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യണം, മോറൽ സ്ട്രെങ്ത്, സ്പിരിച്വൽ അവയർനെസ് ഒക്കെ വേണം. പിന്നെ ഇവിടെ ഒരു അനാലജി ഓഫ് ദ പ്ലാന്റ് ആൻഡ് ചൈൽഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്ലാന്റിന് വളരണമെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് നീഡ്സ് ടു ഗ്രോ അതിന് എന്ത് വേണം? കെയർ ആൻഡ് നറിഷ്മെൻറ്റ് വേണം. അതുപോലെ തന്നെയാണ് ഒരു കുട്ടി. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഗാർഡനെ പോലെയാണ്. ഒരു ഗ്രൗണ്ടിനെ പ്രിപ്പയർ ചെയ്ത് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെ നർച്ചർ ചെയ്യുക, അതിനുള്ള ഒരു സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. ഓൾത്തോ എഡ്യൂക്കേഷൻ ഒറിജിനേറ്റ്സ് ഫ്രം വിതിൻ നിന്നാണ്, അതായത് ഒരാളുടെ ഉള്ളിൽ നിന്നാണ് എഡ്യൂക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ എങ്കിൽ പോലും ടീച്ചറാണ് ഈ ഒരു ലേണിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ടീച്ചർ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ബോഡി, മൈൻഡ് ആൻഡ് സെൻസസ് ടു അച്ചീവ് മാക്സിമം ഗ്രോത്ത്. ഇനി വിവേകാനന്ദനെ സംബന്ധിച്ചിടത്തോളം what are the മെയിൻ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് അബൌട്ട് സ്റ്റോറിങ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എഡ്യൂക്കേഷൻ. അതൊരു ലൈഫ് ബിൽഡിംഗ് പ്രോസസ്സാണ്. അതിൻ്റെ എയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോർമേഷൻ ആണ്, മാൻ മേക്കിംഗ് ആണ്, അതുപോലെ തന്നെ അസിമിലേഷൻ ഓഫ് നോബിൾ ഐഡിയാസും കൂടിയാണ്. ഇത് കുട്ടി എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈറബിൾ ക്യാരക്ടർ ഫോം ചെയ്യുക, മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യുക, ടു ഗെയിൻ ഇൻഡിപെൻഡൻസ്, ടു സ്റ്റാൻഡ് ഓൺ ദെയർ ഓൺ, സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേണ്ടിയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യുക. അതിൻ്റെ അൾട്ടിമേറ്റ് എയിമാണ് എന്ത്? ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്, ഒരു ഹോൾസം ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യുക. ദ ക്വാളിറ്റീസ് ഓഫ് ആൻ ഐഡിയൽ ഹ്യൂമൻ ബീങ് ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്ന് ട്രെയിൻഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. പിന്നെ ദറ്റ് പേഴ്സൺ വിൽ ബി ക്യാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് യൂണിവേഴ്സൽ ട്രൂത്ത്. അതുപോലെ തന്നെ ബിക്കമിങ് റിലീജിയസ് മൈൻഡഡ് ഇൻ ദ ട്രൂ സെൻസ്, ഒരു യഥാർത്ഥ ഭാവത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ റിലീജിയസ് മൈൻഡഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് മെൻ ഓഫ് റിനൗൺസിയേഷൻ ആൻഡ് സ്ട്രോങ് മോറൽ ക്യാരക്ടർ. പഠിപ്പിക്കുന്ന ഒരാൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു മോറൽ ക്യാരക്ടർ വേണം. ഒരു ലീവിങ് എക്സാമ്പിൾസ് ഓഫ് ഹൈ ഐഡിയൽസ് ആയിരിക്കണം. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെക്യുലാറും ആയിരിക്കണം, സ്പിരിച്വൽ ആയിരിക്കണം. പിന്നെ അദ്ദേഹം ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനൊക്കെ അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ കൾച്ചർ, നാഷണൽ നീഡ്സ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് നാഷണൽ ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം. പിന്നെ അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്ത ഐഡിയ ഓഫ് എ നാഷണൽ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ്. അദ്ദേഹം കോൾ ഫോർ ചെയ്തത് സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ട്രെയിൻ ടീച്ചേഴ്സ് ഹു ആർ കാപ്പബിൾ ഓഫ് പ്രീച്ചിങ് റിലീജിയൻ ആൻഡ് ഇമ്പാർട്ടിങ് സെക്യുലർ എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ദർ ഷുഡ് ബി ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ട്രെയിൻ ദ ടീച്ചേഴ്സ് ഹു മസ്റ്റ് ഗോ അബൌട്ട് പ്രീച്ചിങ് റിലീജിയൻ ആൻഡ് ഗിവിങ് സെക്യുലർ എഡ്യൂക്കേഷൻ ടു അവർ പീപ്പിൾ. അതായത് റിലീജിയനെ പ്രീച്ച് ചെയ്യാനും സാധിക്കണം, പക്ഷെ അതേസമയം തന്നെ സെക്യുലർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാനും സാധിക്കണം. അത്തരത്തിലുള്ള ടീച്ചേഴ്സിനെ വേണം നമ്മൾ ട്രെയിൻ ചെയ്യാൻ എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ മഹാത്മാഗാന്ധി 1869 to 1948. സോ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഹി വാസ് ബോൺ ഓൺ October 2, 1869, പോർബന്ദർ, ഗുജറാത്ത്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, അദ്ദേഹം ഹി സ്റ്റഡീഡ് ലോ ഇൻ ഇംഗ്ലണ്ട് ആഫ്റ്റർ മാട്രിക്കുലേഷൻ. പിന്നെ അദ്ദേഹം ഗ്രാജുവേഷൻ കിട്ടിയിട്ടുണ്ട് ലോയിൽ. അതിനുശേഷം ഹി ജോയിൻഡ് ദ ബാർ, വിച്ച് മീൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻ 1891 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഒരു ലോയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 1914 വരെ അവിടെ അദ്ദേഹം
സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഒരുപാട് പബ്ലിക് വർക്കും സോഷ്യൽ റിഫോമിലൊക്കെ അദ്ദേഹം പാർട്ടായിരുന്നു. ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1990 to 1947 ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെൻറ്റ് അദ്ദേഹം ആക്റ്റീവ്ലി ലീഡ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് അസാസിനേറ്റഡ് വിച്ച് മീൻസ് ഹി വാസ് കിൽഡ് ഓൺ January 30, 1948 ഡ്യൂറിങ് എ പ്രയർ മീറ്റിംഗ്. ഇദ്ദേഹത്തിൻ്റെ ലെഗസി ഈസ് നോൺ ആസ് ദ ഗ്രേറ്റ് അപ്പോസൽ ഓഫ് നോൺ വയലൻസ്. അതുപോലെ തന്നെ ട്രൂത്ത് എന്ന് പറയുന്നൊരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു സത്യം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഫിലോസഫി ഓഫ് സത്യാഗ്രഹം അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ നേഷൻ. അദ്ദേഹത്തിൻ്റെ മെയിൻ പബ്ലിക്കേഷൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലും കൂടെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, കമൻട്രി ഓൺ ദി ഭഗവത്ഗീത. പിന്നെ എഡിറ്റോറിയൽ റോൾസ് നോക്കുകയാണെങ്കിൽ ഹരിജൻ, യങ് ഇന്ത്യ പോലെയുള്ള ജേണൽസിൻ്റെ ഒക്കെ എഡിറ്ററായിരുന്നു അദ്ദേഹം. ഒരുപാട് ബുക്ക്ലെറ്റ്സ് അദ്ദേഹത്തിൻ്റെ വ്യൂസ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ എഡ്യൂക്കേഷനെ കുറിച്ചും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ഫിലോസഫി ഓഫ് ലൈഫ് നമുക്ക് 5 മെയിൻ പോയിന്റ്സിൽ സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് അബ്സല്യൂട്ട് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. പേഴ്സണൽ സറണ്ടർ ടു ഹിസ് വിൽ, ദൈവത്തിൻ്റെ ആ ഒരു വില്ലിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് തീരുമാനം, നല്ല തീരുമാനമായിരിക്കും എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ സറണ്ടർ ചെയ്യുക. മൂന്നാമതാണ് ബിലീഫ് ഇൻ ദ ബ്രദർഹുഡ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ലിവിങ് തിങ്സ്, എല്ലാവരും സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുക. ദ സ്പിരിറ്റ് ഓഫ് റിനൗൺസിയേഷൻ, ഐഡിയൽ ഓഫ് കണ്ടിന്യൂവൽ സർവീസ് ടു ഫെലോ ക്രീച്ചേഴ്സ്, നമുക്ക് ചുറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ട്രൂത്ത്, ഇറ്റ്സ് ലവ്, മൊറാലിറ്റി, ഫിയർലെസ്നെസ് ആൻഡ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ലൈഫ്. ഹി സോ ഗോഡ് നോട്ട് ആസ് എൻ അബ്സ്ട്രാക്റ്റ് ഐഡിയ, അതായത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടല്ല അദ്ദേഹം ഒരിക്കലും ദൈവത്തിനെ കണ്ടിട്ടുള്ളത്. ഒരു കോൺസെപ്റ്റ് മാത്രമായിട്ടല്ല, ഒരു ലീവിങ് ഫോഴ്സ് ആയിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു സ്പിരിച്വൽ സൊസൈറ്റിയെ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ലവ്, നോൺ വയലൻസ്, ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഹാർമോണിയസ്ലി ഡെവലപ്ഡ് ഇൻഡിവിജ്വൽസിനെയാണ് അദ്ദേഹം ഇന്ത്യയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫി നോക്കുകയാണെങ്കിൽ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷണൽ തിയറി ആൻഡ് പ്രാക്ടീസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, ഒരു ആകമൊത്തത്തിലുള്ള ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റിലാണ് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത്. അവിടെ മോറൽ വാല്യൂസ് ഉണ്ട്, സെൽഫ് സഫിഷ്യൻസി ഉണ്ട്. ഗാന്ധിജി എഡ്യൂക്കേഷണൽ തിങ്കർ എന്നുള്ള ഒരു നിലയിൽ മോഡേൺ ഇന്ത്യയിൽ ഒരു റവല്യൂഷണറി എഡ്യൂക്കേഷണൽ തിങ്കറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ അദ്ദേഹത്തിൻ്റെതാണ്. അതൊരു സോഷ്യൽ റെവല്യൂഷനൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു ന്യൂ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. റിഫ്ലക്റ്റിംഗ് ഹിസ് എഡ്യൂക്കേഷണൽ ആൻഡ് ലൈഫ് പോളിസി. ഗാന്ധിജി ഒരു ഐഡിയലിസ്റ്റാണ്, നാച്ചുറലിസ്റ്റാണ്, പ്രാഗ്മാറ്റിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ഹ്യൂമനിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ കീ ഫീച്ചേഴ്സ് ഓഫ് ഹിസ് എഡ്യൂക്കേഷണൽ ഫിലോസഫി നോക്കുകയാണെങ്കിൽ അത് നാച്ചുറലിസ്റ്റിക് ഇൻ സെറ്റിംഗ് ആണ്, ഐഡിയലിസ്റ്റിക് ഇൻ ഗോൾസ് ആണ്, പ്രാഗ്മാറ്റിക് ഇൻ മെത്തേഡ് ആൻഡ് ഹ്യൂമനിസ്റ്റിക് ഇൻ ഔട്ട്ലുക്ക് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് കോട്ട് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് ആൻഡ് മാൻ, BMS, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇനി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ? ഒരു ഹാർമോണിയസ് ഡെവലപ്മെൻ്റ് ആണ്. അവിടെ പേഴ്സണാലിറ്റി, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് വേണം. ഒരു കംപ്ലീറ്റ് ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ക്യാരക്ടർ ഫോർമേഷൻ, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി. ഇദ്ദേഹത്തിൻ്റെ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിരുന്നു, സെൽഫ് സഫിഷ്യൻസിയെ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ബുക്കിഷ് അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനെ അദ്ദേഹം സ്ട്രോങ്ലി എതിർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നായ് തലീം. ഇപ്പോൾ ഗാന്ധിജി എക്സ്പെരിമെൻറ്റഡ് വിത്ത് ഹിസ് എഡ്യൂക്കേഷണൽ ഐഡിയാസ് അറ്റ് സബർമതി ആൻഡ് വാദ. അദ്ദേഹത്തിൻ്റെ വാദ സ്കീം എന്ന് പറയുന്നത് ഈ ബുക്ക് സെൻറ്റേർഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് എഡ്യൂക്കേഷനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് ആൻഡ് ട്രൂ ലൈഫ് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് ബേസിക് എന്ന് വിളിച്ചിരിക്കുന്നത്? അതിനെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കാൻ കാരണം ഇന്ത്യൻ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലൈഫിനൊരു ബേസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഒരു മിനിമം എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ് എൻഷുർ ചെയ്യുക, അതിൽ ലൈഫിൻ്റെ എല്ലാ നെസസിറ്റീസും മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് കുട്ടികളുടെ ബേസിക് അഡ്ജസ്റ്റിനെ മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നീഡ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഇതിൻ്റെ കരിക്കുലം കോമ്പണൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ക്രാഫ്റ്റ്സ് ഉണ്ട്, മദർ ടങ് ഉണ്ട്, അരത്തമെറ്റിക്, സോഷ്യൽ സ്റ്റഡീസ്, ജനറൽ സയൻസ്, ആർട്സ് ആൻഡ് ഗെയിംസ്.
ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ ബേസിക് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഒരു സെൽഫ് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്, ഒരു നോവൽ എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ്, വർക്ക് ഓറിയൻറ്റഡ് മെത്തേഡാണ്, എഡ്യൂക്കേഷൻ ഫോർ സിറ്റിസൺഷിപ്പ് ആണ്, ക്യാരക്ടർ ബിൽഡിംഗ് ആണ്, സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ് ആണ്. ചലഞ്ചസ് ആൻഡ് ഫെയിലിയേഴ്സ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് സെലക്ഷൻ നടക്കാം, ലാക്ക് ഓഫ് ടീച്ചർ ട്രെയിനിങ് കൊണ്ട് പ്രശ്നങ്ങൾ വരാം, സെൽഫ് സഫിഷ്യൻസി ആസ്പെക്റ്റിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ചലഞ്ചസ് വരാം, പിന്നെ ടെക്സ്റ്റ് ബുക്സും റോ മെറ്റീരിയൽസിൻ്റെയും ഒരു അവൈലബിലിറ്റി അതും ഒരു പ്രശ്നമാണ്. ഇനി മഹാത്മാഗാന്ധിയെയും ജോൺ ഡിവിയെയും നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഫാക്ടേഴ്സ്, രണ്ടുപേരും ഇൻഫ്ലുവൻഷ്യൽ എഡ്യൂക്കേഷണലിസ്റ്റ് ഓഫ് ദ 20th century ആണ്. ഗാന്ധിജി ഈസ് ഫ്രം ദ ഈസ്റ്റ് വെറാസ് ഡുവി ഈസ് ഫ്രം ദ വെസ്റ്റ്. രണ്ടുപേരും സപ്പോർട്ട് ചെയ്തത് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷനെയാണ്, കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് സ്കൂൾസിനെയാണ്. അവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി റിലേറ്റബിൾ ഓർ റിലേറ്റ് ടു ലൈഫ് എന്നുള്ളതായിരുന്നു. അവർ രണ്ടുപേരും ടീച്ചറിനെ റോളിനെ ഒരു ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഇനി ഫിലോസഫിക്കൽ ഡിഫറൻസസിൽ നോക്കുകയാണെങ്കിൽ ഗാന്ധിജി ഒരു ഐഡിയലിസ്റ്റ് ആണ്, സ്പിരിച്വലിസ്റ്റ് ആണ്. അദ്ദേഹം എംഫസൈസ് ചെയ്തത് ക്രാഫ്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. He believed that education is life itself. Whereas ജോൺ ഡിവി ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ആണ്, അതായത് പ്രായോഗികത അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ദ തിയറിനെ ബേസ് ചെയ്തിട്ടാണ്, അത് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് ആക്ടിവിറ്റി സെൻറ്റേർഡ് എഡ്യൂക്കേഷനാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തത്. ഹി സോ എഡ്യൂക്കേഷൻ ആസ് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. ഗാന്ധിജി പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്, പക്ഷേ ജോൺ ഡിവി പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. അപ്പോൾ ഗാന്ധിജിയുടെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡുവിയുടെ എഡ്യൂക്കേഷണൽ ഐഡിയാൽസിൻ്റെ ഒരു നാച്ചുറൽ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് കാണാം. ഡുവി കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിരുന്നത് സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് ഇൻക്വയറിയിലാണെങ്കിൽ ഗാന്ധിജി ഫോക്കസ് ചെയ്തത് വാല്യൂസ്, സെൽഫ് റിലയൻസ് ആൻഡ് സോഷ്യൽ അപ്ലിഫ്റ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചിട്ടാണ്. 1861 to 1941. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ഒരു റിനോൺഡ് പോയറ്റാണ്, ഡ്രമാറ്റിസ്റ്റാണ്, നോവലിസ്റ്റാണ്, actor, composer, educator, philosopher and painter. So he was born on May 7, 1861 in Calcutta. അദ്ദേഹം വീട്ടിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അതിനുശേഷം ഹി വാസ് സെൻറ്റ് ടു ഇംഗ്ലണ്ട് ടു സ്റ്റഡി ലോ. അവിടെ അദ്ദേഹം ഒരു ഡീപ്പ് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ ഈ പുറത്തു നിന്നുള്ള വിദ്യാഭ്യാസം, അബ്രോഡ് എഡ്യൂക്കേഷൻ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഐഡിയാൽസിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ശാന്തിനി നികേതൻ 1901 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആസ് എ സെൻറ്റർ ഓഫ് എക്സ്പെരിമെൻ്റൽ എഡ്യൂക്കേഷൻ. ഹി ഓൾസോ റിസീവ്ഡ് നോബൽ പ്രൈസ് ഇൻ 1913 ഫോർ ഹിസ് ബുക്ക് ഗീതാഞ്ജലി. 1921 ഇദ്ദേഹം വിശ്വഭാരതി ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം 20 വർഷത്തോളം ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വാല്യൂസിനെ കൂട്ടിയോജിപ്പിക്കുക അല്ലെങ്കിൽ ഹാർമണൈസ് ചെയ്യുക ത്രൂ എഡ്യൂക്കേഷൻ. അദ്ദേഹം മരിച്ചിരിക്കുന്നത് August 8, 1941. മെയിൻ പബ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ടാഗോറിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് പോയട്രിയിലും ലിറ്ററേച്ചറിലുമായിട്ടാണ്. അതിനു പുറമെ അദ്ദേഹം ഒരുപാട് എഡ്യൂക്കേഷണൽ എസ്സേസും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് നോക്കുകയാണെങ്കിൽ മൈ സ്കൂൾ, സാധന, ഗ്രേറ്റർ ഇന്ത്യ, ദ ഗാർഡനർ, ക്രിയേറ്റീവ് യൂണിറ്റി, പേഴ്സണാലിറ്റി, ഫ്രൂട്ട് ഗാദറിംഗ്. ഹി വാസ് റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻ ആയിട്ടുള്ള ജനഗണമനയാണ്, വിച്ച് ഇസ് നോൺ ആസ് ദ നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ. ഇനി ഫിലോസഫി ഓഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വേദാസിൽ ബിലീവ് ചെയ്തിരുന്നു. അദ്ദേഹം ദൈവത്തിനെ കണ്ടിരുന്നത് ആസ് ദ ക്രിയേറ്റർ ഓഫ് മാൻ ആൻഡ് നേച്ചർ ആണ്. അദ്ദേഹം സ്ട്രെസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ദർ ഷുഡ് ബി യൂണിറ്റി ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. അദ്ദേഹം ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ആയിരുന്നു, നാച്ചുറലിസ്റ്റ് ആണ്, സ്പിരിച്വലിസ്റ്റ് ആണ്, അതായത് ട്രേസ്ഡ് എവറിത്തിങ് ടു ഗോഡ്. ഐഡിയലിസ്റ്റ് ആണ്. അദ്ദേഹം വെസ്റ്റേൺ ഇൻ നേച്ചറാണ് ബട്ട് ഇന്ത്യൻ ഇൻ ഔട്ട്ലുക്ക് ആണ്. ഹ്യൂമനിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണലിസത്തിൽ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു. അദ്ദേഹം പീസ് ആൻഡ് വേൾഡ് ബ്രദർഹുഡിലൊക്കെ ബിലീവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഹി അഡ്വക്കേറ്റഡ് ലവ് ഓഫ് മാൻ ആസ് എ കോർണർ സ്റ്റോൺ ഓഫ് റിലീജിയൻ. ഒരു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം വാഴ്സിനെ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തിരുന്നു, മെറ്റീരിയലിസത്തിനെ ഒപ്പോസ് ചെയ്തിരുന്നു. ഇനി എഡ്യൂക്കേഷണൽ ഫിലോസഫി നോക്കുകയാണെങ്കിൽ ടാഗോറിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ് തന്നെയാണ്. ഇതിലെ കീ ഐഡിയാസിൽ അല്ലെങ്കിൽ കോർ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് ഫ്രീഡം, ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ, കമ്മ്യൂണിക്കേഷൻ വിത്ത് നേച്ചർ ആൻഡ് മാൻ. സോഴ്സസ് ഓഫ് നോളജ് ആയിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് നേച്ചർ, ലൈഫ് ആൻഡ് ദ ടീച്ചർ. എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് സ്കൂൾസ് ഷുഡ് നോട്ട് ബി ഫാക്ടറീസ് പോലെ ആവരുത്. അവിടെ ഒരു ഫ്രീ ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് വേണം. സ്റ്റുഡൻറ്റ് ഷുഡ് ബി അലൗഡ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് നേച്ചർ ആൻഡ് ദ യൂണിവേഴ്സ്. പിന്നെ സെൽഫ് ഗവൺമെൻറ് ഇൻ സ്കൂൾസിനെ അദ്ദേഹം എംഫസൈസ് ചെയ്തിരുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ടെൻഡൻസി
ടെൻഡൻസീസ് ഓഫ് ദ ചൈൽഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ദ ഹോൾ മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പിന്നെ ചൈൽഡ് സെൻട്രിക് അപ്രോച്ച് ആയിരിക്കണം. കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവാണ്, ഈഗറാണ്, ക്യൂരിയസ് ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. മദർ നേച്ചറാണ് ദ ഗ്രേറ്റസ്റ്റ് എഡ്യൂക്കേറ്റർ. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ പീസ്, ലവ് ആൻഡ് കൈൻഡ്നെസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ഫ്രീഡം, സിമ്പതി ഒക്കെ ഹ്യൂമാനിറ്റിയുമായിട്ട് ഡെവലപ്പ് ചെയ്യുക, റിയലൈസ് ദ സ്പിരിച്വൽ യൂണിറ്റി ഓഫ് മാൻ. ശാന്തിനികേതൻ ആൻഡ് വിശ്വഭാരതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടാഗോർ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഒരു പ്രാക്ടിക്കൽ റിലത്തിലേക്ക് കൊണ്ടുവന്നത് ശാന്തിനികേതനിൽ വെച്ചിട്ടാണ് 1901. അതുപോലെ തന്നെ വിശ്വഭാരതി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു 1921. അവരുടെ കരിക്കുലത്തിൽ ക്രാഫ്റ്റ്, മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഫൈൻ ആർട്സ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നാച്ചുറൽ ടീച്ചിങ് മെത്തേഡ്സിനും ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനുമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ അരബിന്ദോ ഘോഷിനെ കുറിച്ചാണ്. 1872 to 1950. ശ്രീ അരബിന്ദോ ഘോഷ് ഒരു റിനൗണ്ട് ഫ്രീഡം ഫൈറ്ററാണ്, സ്കോളർ, പോയറ്റ്, യോഗി ആൻഡ് ഫിലോസഫർ. അദ്ദേഹം ജനിച്ചിരിക്കുന്ന August 15, 1872 ഇൻ കൽക്കട്ട. ഫാദർ വാസ് ഡോക്ടർ കൃഷ്ണദാൻ ഘോഷ് ആൻഡ് സ്വർണലത ദേവി മദർ. സ്കൂൾ എഡ്യൂക്കേഷൻ ഹെററ്റോ കോൺവെൻറ്റ് കൽക്കട്ടയിൽ വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ സെയിൻറ്റ് പോൾസ് കോളേജ് ഇംഗ്ലണ്ടിലും പിന്നീട് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും. അദ്ദേഹത്തിൻ്റെ ഫാദർ ഈ അഡ്മയർഡ് ദ ബ്രിട്ടീഷ് വേ ഓഫ് ലൈഫ്, അത് അദ്ദേഹത്തിൻ്റെ ഏർലി എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അരബിന്ദോ ഈ ഒരു ബ്രിട്ടീഷ് റൂളിനെ റിജക്റ്റ് ചെയ്യുകയും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഒരു റവല്യൂഷണറി ആയിട്ടാണ്. പ്രിൻസിപ്പൽ ഓഫ് സ്റ്റേറ്റ് കോളേജ് ആവുന്നുണ്ട് അദ്ദേഹം ബറോഡയിലുള്ളത്. അദ്ദേഹത്തിന് ഇന്ത്യൻ കൾച്ചറിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. 1900 അദ്ദേഹം റിസൈൻ ചെയ്തു, നാഷണൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന് ട്രീസൺ അല്ലെങ്കിൽ ചതിയൻ എന്നുള്ളൊരു ലേബലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആലിപ്പോ ബോംബ് കേസിൽ. ഇതിൻ്റെ ഒരു റിലീസിന് ശേഷം അദ്ദേഹം ഒരു ഫേമസ് സ്പീച്ച് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഹി ഡിക്ലെയർഡ് ദാറ്റ് ഹി വുഡ് നോ ലോങ്ങർ ഫൈറ്റ് ഫോർ പൊളിറ്റിക്കൽ ഫ്രീഡം അലോൺ ബട്ട് ഫോർ ദ സ്പിരിച്വൽ റീജനറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഹ്യൂമാനിറ്റി. അതായത് പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫൈറ്റ്, ഇത് സ്പിരിച്വൽ റീജനറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ്. He is regarded as a great philosopher, sage, because he combined poetry, spirituality and modern Indian thought. He is also a renowned Indian English author. Main publications നോക്കുകയാണെങ്കിൽ അരബിന്ദോന്റെ ഫേമസ് വർക്ക്സ് ആണ് The Life Divine, The Synthesis of Yoga, The Secret of the Veda, The Essays on the Gita, The Human Cycle, Renaissance in India, Foundations on Indian Culture, A System of National Education. Philosophy of Life നോക്കുകയാണെങ്കിൽ The Unity of Truth. അരബിന്ദോ എംഫസൈസ്ഡ് ദാറ്റ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, അതായത് ഈ ഹ്യൂമൻ എക്സ്പീരിയൻസിൽ ഒരുപാട് ഡിഫറൻസുകളുണ്ട്, പക്ഷേ ഒരു ബേസിക് യൂണിറ്റി ഓഫ് ട്രൂത്ത് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ്നെസ്സിലും അതുപോലെ തന്നെ സിന്തസിസ്, വിച്ച് മീൻസ് എ കോമ്പിനേഷൻ ഓഫ് ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ട്. അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു ട്രൂത്തിൻ്റെ ഒരു യൂണിറ്റ് മാത്രമല്ല ബട്ട് ഓൾസോ ദി യൂണിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് ട്രൂത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന സത്യം അല്ലെങ്കിൽ ട്രൂത്തിലാണ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ആ ട്രൂത്ത് എന്ന് പറയുന്നതിൽ മാത്രമല്ല ആ ഹ്യൂമൻ ലൈഫിൻ്റെ യൂണിറ്റിയിലും ഫോക്കസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ എയിം എന്തായിരുന്നു? ടു ഇൻറ്റഗ്രേറ്റ് ദ ഡൈവേഴ്സ് ഡീറ്റെയിൽസ് ഓഫ് ലൈഫ് ഇൻ ടു എ സിംഗിൾ ഹോൾ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലോസഫിയാണ് ഇൻറ്റഗ്രൽ ഫിലോസഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്, സ്പിരിച്വൽ, ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. ഇത് എന്തിനെ സീക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ എല്ലാ എക്സ്പീരിയൻസിനെയും ഒരു ഹാർമോണിയസ് പാറ്റേണിലേക്ക് യുണൈറ്റ് ചെയ്യുക. ഇനി ദ ബിലീഫ് ഇൻ എവല്യൂഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫി എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനൊരു സയൻറ്റിഫിക് ഫൗണ്ടേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അത് ഡിഫർ ചെയ്തിരിക്കുന്നത് ഡാർവിൻ്റെ ബയോളജിക്കൽ എവല്യൂഷനിലാണ്. കാരണം അദ്ദേഹം അരബിന്ദോ അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യം എവല്യൂഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ മാത്രമല്ല, അത് കോസ്. He believed that evolution ഒരു മീനിങ് ഉണ്ട്, പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് എ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഇൻ ലൈഫ് എന്നുള്ളതിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയും എവല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അരബിന്ദോൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫി നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ബിലീവ് ചെയ്യുന്നത് ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്, ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സണെ ഒരു ഇൻ്റഗ്രൽ മാനായിട്ട് മാറ്റുക എന്നുള്ളതാണ്. മെയിൻ ഫങ്ഷൻസ് ഓഫ് ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് വ്യൂ ഓഫ് ലൈഫ് ആൻഡ് യൂണിവേഴ്സ്. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കുക. അതിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഫൈൻ ആർട്സ്, സോഷ്യൽ സയൻസസ് എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ വേണം. ഒരു സിന്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ആൻഡ് എക്സിസ്റ്റൻസിനെയാണിത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓൾറൗണ്ട് ഹാർമോണിയസ് ഡെവലപ്മെൻ്റ് ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി എ പീസ് മീൽ ഓർ ഐസൊലേറ്റഡ്. ഒറ്റപ്പെട്ട് കൊടുക്കേണ്ട ഒരു സംഭവമല്ല, അല്ലെങ്കിൽ
ഒരു ജോലിയെ മാത്രം ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കേണ്ട ഒന്നല്ല. ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് വേണം. ഒരു കുട്ടിയുടെ ഇന്നർ പൊട്ടൻഷ്യലിനെ ഇറ്റ് ഷുഡ് ബി ടാപ്ഡ് ആൻഡ് അൺഫോൾഡഡ് ഇൻ ആൻ ഇൻ്റഗ്രേറ്റഡ് വേ. എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയിലുള്ള ഒരു സ്പിരിച്വൽ ബീയിങ്ങിൻ്റെ അവേക്കനിങ്ങും ഡെവലപ്മെൻറ്റുമാണ്. ഇറ്റ് ഹെൽപ്പ് ദ ഗ്രോയിങ് സോൾ ഡ്രോ ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഫ്രം വിത്തിൻ ആൻഡ് പെർഫെക്റ്റ് ഇറ്റ് ഫോർ ദ നോബിൾ യൂസ്. ഹി വാസ് ഓൾസോ ഇൻസ്പയർഡ് ബൈ ദ ഉപനിഷത്സ് ആൻഡ് ഫോക്കസസ് ഓൺ സെൽഫ് റിയലൈസേഷൻ. ഇനി എഡ്യൂക്കേഷൻ്റെ നേച്ചർ പ്രോഗ്രസീവ് ആയിരിക്കണം, ഇൻ്റർറിലേറ്റഡ് ആയിരിക്കണം, കോർഡിനേറ്റഡ് ആയിരിക്കണം, മീനിങ് ആയിട്ടുള്ള സ്റ്റിമുലേഷനെ പ്രൊമോട്ട് ചെയ്യണം, ഗ്രോത്ത് ഓഫ് ഓൾ സെൽസ് ഓഫ് ബീങ്, ഇൻ്റഗ്രൽ എഡ്യൂക്കേഷനിലേക്ക് ലീഡ് ചെയ്യണം, ടോട്ടൽ ഗ്രോത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ അവിടെ സംഭവിക്കണം. സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈലി സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. ഇതിലെ മെത്തേഡിൽ വരുന്നതാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, പ്രൊമോഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി, ഹ്യൂമൻ ഡയലോഗ്, അതുപോലെ തന്നെ ഡിസ്കവറി ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. ഹി ബിലീവ്ഡ് ഇൻ സെൽഫ് ടീച്ചിങ്, ഷോ ഹൗ ടു ലേൺ, ഡു നോട്ട് ഇമ്പാർട്ട് നോളജ്. അറിവ് പകർന്നു കൊടുക്കുകയല്ല, എങ്ങനെ പഠിക്കണമെന്ന് കാണിച്ചു കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ അരബിന്ദോസ് വ്യൂസ് ഓൺ ഇന്ത്യൻ കൾച്ചർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗ്രേറ്റ് നാഷണലിസ്റ്റ് ആയിരുന്നു. പക്ഷേ ആ ഇന്ത്യൻ കൾച്ചറിൻ്റെ ലിമിറ്റേഷൻസിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം റിഫോർമേഷൻ, റിജുവിനേഷൻ, റിനേസൻസിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ റീകൺസിലിയേഷൻ ഓഫ് ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അതായത് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫിലോസഫീസ് ഓഫ് ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി ആൻഡ് വെസ്റ്റേൺ നാഷണാലിറ്റി, അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഹെൽപ്പ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സും ട്രാൻസ്ലേഷൻസും സ്പിരിച്വൽ ടെക്സ്റ്റ് ഓഫ് ഇന്ത്യയെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഡീപ്പ് ഇൻസൈറ്റ്ഫുൾ ഇൻ്റർപ്രിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നാണ് സ്പിരിച്വൽ നാഷണലിസം. ഇന്ത്യൻ നാഷണലിസത്തിലേക്ക് ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ കൊണ്ടുവന്നു, എഡ്യൂക്കേഷണൽ റീകൺസ്ട്രക്ഷൻ നടത്തി. ഫിലോസഫിക്കൽ അച്ചീവ്മെൻറ്റ്സിലാണെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഓഫ് ഇവല്യൂഷൻ ഫിലോസഫിയിലേക്കും എഡ്യൂക്കേഷനിലേക്കും കൊണ്ടുവന്നു. ഇൻ്റഗ്രൽ എഡ്യൂക്കേഷനെ അഡ്വക്കേറ്റ് ചെയ്തു ഫോർ ദ ഓൾറൗണ്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹിന്ദുസത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഹിഡൻ സൈക്കോളജിക്കൽ മീനിങ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ റീഡിസ്കവർ ചെയ്യുകയും അത് ഇൻസ്പയർ ചെയ്യുകയും ചെയ്തു ടു മൂവ് ടുവേർഡ്സ് ഗോഡ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് പേഴ്സൺ ജിതു കൃഷ്ണമൂർത്തിയാണ്, 1895 to 1986. സോ അതോടുകൂടി ഈസ്റ്റേൺ തിങ്കേഴ്സിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലുള്ള തോട്ട്സ് എൻഡ് ചെയ്യാണ്. അദ്ദേഹം ഒരു റൈറ്ററാണ്, ഫിലോസഫർ ആൻഡ് സ്പീക്കറാണ്. 12 May 1895 മാടനാപ്പള്ളി, ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്കൂളാണ് ഋഷി വാലി സ്കൂൾ, 1926 ഇൻ ചിറ്റൂർ ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശ്. ഡയഡ് ഇൻ 1986. സോ ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫി ഫോക്കസിങ് ഓൺ ഫ്രീഡം, അവയർനെസ് ആൻഡ് സെൽഫ് നോളജ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരുന്നു. മെയിൻ പബ്ലിക്കേഷൻസ് ആണ് കമൻട്രീസ് ഓൺ ലിവിംഗ്, ഓൺ സെൽഫ് നോളജ്, ദ റെവല്യൂഷൻ ഫ്രം വിതിൻ, ഓൺ ഗോഡ്, ഓൺ റിലേഷൻഷിപ്പ്, മീറ്റിംഗ് ലൈഫ്, ദ ഹോളി ഡിഫറെൻറ്റ് വേ ഓഫ് ലിവിംഗ്, ലൈഫ് എഹെഡ്, എഡ്യൂക്കേഷൻ ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ്. ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ട്രൂ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് റിലീജിയസ് സ്പിരിറ്റും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് വെൻ ദേ വർക്ക് ടുഗെദർ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ചേരുമ്പോഴാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത് രണ്ടും ഒരു മൂവ്മെൻറ്റ് ഓഫ് ദ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാവുന്നു എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് അവയർനെസ്സിലാണ്, ഫ്രീഡം ഫ്രം കണ്ടീഷനിങ് ആൻഡ് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. എഡ്യൂക്കേഷണൽ ഫിലോസഫി നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എയിം ചെയ്യേണ്ടത് ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീങ് ആണ്, ഫിസിക്കലി, മെൻ്റലി ആൻഡ് സ്പിരിച്വലി. അദ്ദേഹം ബിലീവ് ചെയ്തു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് എന്തിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം, ഫ്രീ ദ മൈൻഡ് ഫ്രം ഫിയർ, നമ്മുടെ മനസ്സിനെ ഫിയറിൽ നിന്ന്, കോമ്പറ്റീഷനിൽ നിന്ന്, കൺഫോമിറ്റിയിൽ നിന്നൊക്കെ ഫ്രീ ആക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഗോൾ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷനും ഹോളിസ്റ്റിക് ഗ്രോത്ത് ആണ്, ജസ്റ്റ് അക്കാദമിക് സക്സസ് മാത്രമല്ല. Although staff and students differ in experience and responsibility, learners both are learners in the true sense. അതായത് ടീച്ചേഴ്സും സ്റ്റുഡൻറ്റും അവരുടെ എക്സ്പീരിയൻസും റെസ്പോൺസിബിലിറ്റി ഒക്കെ വെച്ചിട്ട് അവർ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും രണ്ട് കൂട്ടരും എന്ത് തന്നെയാണ്, ലേണേഴ്സ് തന്നെയാണ്. അപ്പോൾ ഒരു സെൻട്രൽ കൺസേൺ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്നർ ലിബറേഷനാണ്, അല്ലാതെ ജസ്റ്റ് ഒരു അക്കാദമിക് അതോറിറ്റി അല്ല. അപ്പോൾ സ്റ്റാഫ് ഗൈഡ് ചെയ്യുമായിരിക്കും കുട്ടികളെ സബ്ജക്ട്സിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ, പക്ഷെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത്, ഒരു അതോറിറ്റി ഫിഗർ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും എസൻസ് ഓഫ് ലേണിങ്ങിൻ്റെ ഭാഗമല്ല. മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. സോ കൃഷ്ണമൂർത്തി വ്യൂഡ് എഡ്യൂക്കേഷൻ ആസ് എ പ്രോസസ് ഓഫ് ഇന്നർ അവേക്കനിങ്. ഒരു അക്കാദമിക് അല്ലെങ്കിൽ കരിയർ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് അല്ല. എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ഹോൾ പേഴ്സണെയാണ്, എല്ലാ ആസ്പെക്റ്റിലും, ഫിസിക്കൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. എഡ്യൂക്കേറ്റ് ദ പേഴ്സൺ ആസ് എ ഹോൾ, നോട്ട് എസ് എ കളക്ഷൻ ഓഫ് സെപ്പറേറ്റ് എബിലിറ്റീസ് ഓർ സബ്ജക്ട്സ്. എഡ്യൂക്കേറ്റ് ദ പേഴ്സൺ വിത്തിൻ ദ ഹോൾ, അതായത് സൊസൈറ്റി, ഹ്യൂമാനിറ്റി, നേച്ചർ ആൻഡ് ലൈഫ് ഇറ്റ് സെൽഫ്.
അപ്പോൾ ഇതിൻ്റെ എസൻസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രൊഫഷനോ ഒരു ജോബിനോ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല. ആ ലൈഫിനെ അതിൻ്റെ ഡീപ്പസ്റ്റ് ആസ്പെക്ട്സ് ഓഫ് ലിവിങ്ങിനെയൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റൻഷൻസ് ഓഫ് എഡ്യൂക്കേഷനിൽ അദ്ദേഹം പറയുന്നത് ഡീപ്ലി ഫിലോസഫിക്കൽ ആൻഡ് സ്പിരിച്വൽ ആണ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഹ്യൂമൻ കോൺഷ്യസ്നെസ് ആണ്, ടു ബിക്കം റിലീജിയസ് ഹ്യൂമൻ ബീങ്സ് ആയിരിക്കണം. അതായത് ഈ റിലീജിയസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടല്ല, നമ്മുടെ ഇന്നർ ഗുഡ്നെസ്, കമ്പാഷൻ ആൻഡ് മോറൽ അവയർനെസ്സിനെയൊക്കെ അവേക്കൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ടു ലേൺ എ വേ ഓഫ് ലൈഫ് നോട്ട് ബേസ്ഡ് ഓൺ പ്ലഷർ ആൻഡ് സെൽഫിഷ്നെസ്. ഒരിക്കലും നമ്മൾ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നത് പ്ലഷർ ഓർ സെൽഫിഷ്നെസ്സിനെ ബേസ് ചെയ്തിട്ടില്ല. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് വേണം, റൈറ്റ് ആക്ഷൻ വേണം, ബ്യൂട്ടി ഓഫ് റിലേഷൻഷിപ്സ് വേണം. ഫോർ ദ എൻലൈറ്റ്മെൻറ്റ് ഓഫ് മാൻ, ഇൻ്റലിജൻസും അവയർനെസ്സും ഒക്കെ അവേക്കൻ ചെയ്യുക. ടു ബ്രിങ് അബൌട്ട് ഫ്രീഡം, ലവ് ആൻഡ് ദ ഫ്ലവറിങ് ഓഫ് ഗുഡ്നെസ്. ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീ ഐഡിയ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലിബറേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ആണ്. അത് ആ സൊസൈറ്റിയെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇനി എഡ്യൂക്കേഷണൽ പ്ലേസസിൻ്റെ ഫിസിക്കൽ നേച്ചറിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ആ ഒരു എൻവയോൺമെൻറ്റ് ഒരു വൈറ്റൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ മൈൻഡിനെ ആണെങ്കിലും ഇമോഷനെ ആണെങ്കിലും ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഫിസിക്കൽ സെറ്റിങ്ങും മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ സറൗണ്ടിങ്സ് എങ്ങനെയായിരിക്കണം? ക്വയറ്റ് ആയിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. അത് സെൻസിറ്റിവിറ്റിയും അവയർനെസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്കൂൾസ് എന്ന് പറയുന്നത് ബ്യൂട്ടി, ഓർഡർ, പീസ് എവരിഡേ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. എഡ്യൂക്കേഷണൽ എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് അദ്ദേഹം 3 കീ എലമെൻറ്റ്സ് പറയുന്നുണ്ട്. ബ്യൂട്ടി, ഓർഡർ, സൈലൻസ് ആൻഡ് സെറനിറ്റി. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പിയറൻസ് മാത്രമല്ല, ഒരു ഹാർമണിയും ഓർഡറും വേണം, ഒരു ഇന്നർ സെൻസിറ്റിവിറ്റി വേണം. ഓർഡർ എന്ന് പറയുന്നത് എ ബാലൻസ് ബിറ്റ്വീൻ ദ ഔട്ടർ എൻവയോൺമെൻറ്റ് ആൻഡ് ഇന്നർ കാം. സൈലൻസ് ആൻഡ് സെറനിറ്റി, റിഫ്ലക്ഷനും ഒബ്സർവേഷനും അവയർനെസ്സും ഒക്കെ ഒരു സൈലൻസ് വേണം എന്നുള്ളതാണ്. സെൻസിറ്റിവിറ്റി ടു ബ്യൂട്ടി ഇസ് റിലേറ്റഡ് ടു ബീങ് റിലീജിയസ് ആൻഡ് ഇൻഡിസ്പെൻസിബിൾ ടു ദി ഹെൽത്തി ഗ്രോത്ത് ഓഫ് ചൈൽഡ്. അതായത് ചുറ്റുമുള്ള സൗന്ദര്യത്തെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു റിലീജിയസ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് പറയുന്നുണ്ട്. ടു ദി ഹെൽത്തി ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ഇൻ എ സ്പെഷ്യൽ ഏരിയാസ് ഇൻ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ്. ഇപ്പോൾ കൃഷ്ണമൂർത്തി പ്രപ്പോസ് ചെയ്യുന്നത് ഈ പഠനത്തിന് വേണ്ടി നമുക്ക് ക്വയറ്റ് സ്പേസസ് വേണം. ഇവിടെ നമുക്ക് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ, ധ്യാനിക്കാൻ അല്ലെങ്കിൽ ഇന്നർ ഒബ്സർവേഷനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയാസാണ് നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാനും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത്. ആൻഡ് ദേ ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് ദ ഹാർട്ട് ഓഫ് ദ സ്കൂൾ, സിംബലൈസിങ് ദ കോർ ഓഫ് അവയർനെസ്. ഇന്നർ സ്റ്റിൽനെസ് വേണം, ഇൻസൈറ്റ് വേണം, സ്പിരിച്വൽ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ വേണം. ഇനി സ്കൂൾ സെൻറ്ററിലെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് സ്പിരിച്വൽ ലേണിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കണം. അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് റിലേഷൻഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം. ഗ്രോത്ത്, റിഫ്ലക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ വേണം. റൈറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഹാർമണി, ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 മെയിൻ പാർട്ടിസിപ്പൻസ് ആണ്, സ്റ്റാഫ് അല്ലെങ്കിൽ ദ ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ്. അപ്പോൾ കൃഷ്ണമൂർത്തിയുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ടീച്ചേഴ്സും സ്റ്റുഡൻസും ദേ ആർ ലേണിംഗ് ടുഗെദർ. ഒരു കോ ലേണേഴ്സ് ആണ്, ഫെസിലിറ്റേറ്റേഴ്സ് ആണ് ടീച്ചേഴ്സ്. ഒരിക്കലും ഒരു അതോറിറ്റേറിയൻ ഫിഗർ അല്ല. എല്ലാ ഹ്യൂമൻ ബീങ്ങിനും ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ നേച്ചർ ഉണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഗ്രോത്തിനെ ഫോസ്റ്റർ ചെയ്യേണ്ടതാണ്. ദാറ്റ് ഷുഡ് ബി ബിൽഡ് ത്രൂ റിലേഷൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡയലോഗ്. കൃഷ്ണമൂർത്തി അക്നോളജ് ചെയ്തിട്ടുണ്ട് ദർ ആർ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ ടേംസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസസ്. ഹവർ അദ്ദേഹം എംഫസൈസ് ചെയ്തത് what is most important in education എന്നുള്ളതാണ്, that they are equal participants and they are in the same boat. ഇപ്പോൾ ടീച്ചേഴ്സിന് അക്കാദമിക് സബ്ജക്ട്സ്, അഡ്മിനിസ്ട്രേഷൻ, പ്രാക്ടിക്കൽ മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ നോളജ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവരൊരു ഫങ്ഷണൽ അതോറിറ്റി ആ ഒരു ഏരിയയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അതോറിറ്റി ആയിരിക്കരുത് ഒരിക്കലും ഒരു ട്രൂ എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. സെൻട്രൽ കൺസേൺ ഓഫ് എഡ്യൂക്കേഷൻ എന്തായിരിക്കണം? ഇന്നർ ലിബറേഷൻ ആൻഡ് ലേണിംഗ് ആയിരിക്കണം, അല്ലാതെ ഹൈറാർക്കി അല്ലെങ്കിൽ കൺട്രോൾ ആവരുത്. ഒരു ഡീപ്പർ സെൻസ് ഓഫ് എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും ദ ലേണേഴ്സ്, ദ ആർ ഈക്വൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്കൂളാണ് ഋഷി വാലി സ്കൂൾ, വിച്ച് വാസ് ഫൗണ്ടഡ് ഇൻ 1926 ബൈ ജിതു കൃഷ്ണമൂർത്തി ഇൻ ചിറ്റൂർ ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കൃഷ്ണമൂർത്തിയുടെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതാണ്. നൗ ഇറ്റ് ഈസ് റൺ ബൈ ദ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ, ഇന്ത്യ. ഇനി ഈ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതെല്ലാം ഇവിടെ പ്രാക്ടിക്കലി നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി അവർ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള, സെറീൻ ആയിട്ടുള്ള, നാച്ചുറൽ ബ്യൂട്ടിയുള്ള ഒരു ഹിൽ ഏരിയ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ഡ്രൗട്ട് പ്രൗൺ ഏരിയ വിച്ച് ട്രാൻസ്ഫോംഡ് ത്രൂ റീഫോറസ്ട്രേഷനിലൂടെയും കൺസർവേഷനിലൂടെയും ഒക്കെ ഒരു ലഷ് ഗ്രീൻ വാലി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ബേർഡ് സാഞ്ചുറി ആയിട്ട് 1991 ഇതിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ ബേർഡ് പ്രിസർവേഷൻ ഇതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് ഉണ്ടല്ലോ, ദാറ്റ് ദ എൻവയോൺമെൻറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഷേപ്പിംഗ് എ ചൈൽഡ്സ് അവയർനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി. അതൊരു പ്രാക്ടിക്കൽ റോളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിന് സാധിച്ചിട്ടുണ്ട്. എയിംസ് ആൻഡ് പർപ്പസ് ഓഫ് ദ സ്കൂൾ നോക്കുകയാണെങ്കിൽ കുട്ടികളെ ടെക്നോളജിക്കൽ ആൻഡ് അക്കാദമിക് സ്കിൽസ് പഠിപ്പിക്കുക ഫോർ ക്ലാരിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻ ദ മോഡേൺ വേൾഡ്. റൈറ്റ് ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് ക്രിയേറ്റ് ദ റൈറ്റ് ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഫോർ ദ ചൈൽഡ്സ് ഫുൾ ഡെവലപ്മെൻറ്റ് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി. കുട്ടികളെ നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർത്തുക, ബ്ലോസം ഇൻ ഗുഡ്നെസ് ആൻഡ് ബി ഹൈലി റിലേറ്റഡ് ടു പീപ്പിൾ, ഐഡിയാസ് ആൻഡ് നേച്ചർ. ഒരു സെൻസ് ഓഫ് ബ്യൂട്ടിയെ പ്രൊമോട്ട് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക ആർട്ട്, മ്യൂസിക് ആൻഡ് നേച്ചർ, വിച്ച് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ ഹെൽത്തി സൈക്കോളജിക്കൽ ഗ്രോത്ത്. ഇനി വാട്ട് ആർ ദി ഇൻറ്റൻഷൻസ് ഓഫ് ദി ഋഷി വാലി സ്കൂൾ നോക്കുകയാണെങ്കിൽ ടു എഡ്യൂക്കേറ്റ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ബോത്ത് ദ ഔട്ടർ വേൾഡ് ആൻഡ് ദെയർ ഇന്നർ ബീങ്, ടു ഇൻകൾക്കേറ്റ് ലവ് ഫോർ നേച്ചർ ആൻഡ് റെസ്പെക്ട് ഫോർ ഓൾ ഫോംസ് ഓഫ് ലൈഫ്. ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക ഓഫ് അഫെക്ഷൻ, ഓർഡർ ആൻഡ് ഫ്രീഡം വിത്തൗട്ട് ഫിയർ ഓർ അതോറിറ്റി. കണ്ടീഷനിങ് അവോയ്ഡ് ചെയ്യുക, ഏത് ബിലീഫിലായിക്കോട്ടെ, റിലീജിയസ്, പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ, വിച്ച് എൻകറേജസ് ഫ്രീ എൻക്വയറി ആൻഡ് സെൽഫ് ലേണിംഗ്. ഫിലോസഫി ആൻഡ് പ്രാക്ടീസ്. ടീച്ചറിൻ്റെ എയിം എന്ന് പറയുന്നത് ഫ്രീഡം, കെയർ ആൻഡ് സെക്യൂരിറ്റിയാണ്, അലോയിങ് സ്റ്റുഡൻസ് ടു ഗ്രോ നാച്ചുറലി, വിച്ച് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് ആൻഡ് ഇൻ്റലിജൻസ് ഓഫ് ഈച്ച് ലേണർ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹൊറൈസോൺസ് എൻലാർജ് ചെയ്യുന്നതാണ്, നർച്ചറിങ് സെൻസിറ്റിവിറ്റിയാണ്, ക്രിയേറ്റിവിറ്റി ആൻഡ് അവയർനെസ് ആണ്. ട്രൂ ലേണിംഗ് നടക്കുന്നത് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് സ്പേസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, നോട്ട് പ്രഷർ ഓർ കോമ്പറ്റീഷൻ എന്നാണ് വിശ്വസിച്ചിരുന്നത്. സോ ഇതാണ് ദ ഫിലോസഫിക്കൽ തോട്ട്സ് ഓഫ് ഈസ്റ്റേൺ തിങ്കേഴ്സ്, in which we have learned the philosophies of 5 thinkers from India. So with this, the part 1 of the unit 1 ends here.